നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസ്വാരസ്യം അതൊരു ഘോര യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള ഭയമായിരുന്നു ലോകരാജ്യങ്ങളെ വേട്ടയാടിയത്. എന്നാൽ ഒരു കരാറിലൂടെ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോഴും ഭയം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും എന്നുള്ള കട്ടായം പ്രഖ്യാപനവുമായി നിൽക്കുന്നതാണ്. ലെബനനിൽ തീ തുപ്പുമെന്നും ഹിസ്ബുള്ളകളെ കൊന്നൊടുക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൊലവിളി അത് ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട് അമേരിക്ക. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വശത്ത് ഒരു യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിര് കടക്കുകയാണ്. അത് ഘോര യുദ്ധത്തിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചുകൊണ്ട് ഒരു വൻ ആക്രമണമാണ് യുക്രൈൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം കടുക്കുന്നതിന്റെ സൂചനകൾ നൽകി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ യുക്രൈന്റെ വൻ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ റഷ്യ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. യുക്രൈൻ തൊടുത്തുവിട്ട 100 കണക്കിന് ഡ്രോണുകൾ റഷ്യൻ പ്രതിരോധം തകർത്ത് തലസ്ഥാന നഗരിയിലേക്ക് പതിച്ചതോടെ റഷ്യയിലെ 2ാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചു. ആക്രമണത്തെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി മോസ്കോയിലെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചു. മോസ്കോയിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്കോയ്ക്ക് നേരെ ആക്രമണം നടന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം സൈനിക ആസ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. തിരിച്ചടി അതിമാരകമായിരിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് നേരെയും തങ്ങൾ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നാണ് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം അമേരിക്കയാണ് യുക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊടുക്കുന്നത്. ഇതെത്രയും പെട്ടെന്ന് അമേരിക്ക അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന താക്കീതാണ് റഷ്യ കൊടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് മോസ്കോയെ ലക്ഷ്യമാക്കി 194 ഡ്രോണുകൾ എത്തിയത്. ഇവയെല്ലാം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി മോസ്കോ മേയർ അറിയിച്ചു. എന്നാൽ മോസ്കോയ്ക്ക് പുറമെ റഷ്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും യുക്രൈൻ ശക്തമായ രീതിയിൽ ഡ്രോണുകൾ അയച്ചിരുന്നു. റഷ്യയുടെ വിവിധ മേഖലകളിലായി ആകെ 555 ഡ്രോണുകൾ തങ്ങൾ തടഞ്ഞ് നശിപ്പിച്ചതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. യുക്രൈൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം അതായത് റഷ്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾ നോക്കിയുള്ള ആക്രമണമാണ്. സാമ്പത്തികപരമായി റഷ്യയെ തകർക്കുക എന്നുള്ളൊരു നീക്കമാണ് ഇതിലൂടെ യുക്രൈൻ പുറത്തെടുത്തിരിക്കുന്നത്. റഷ്യയുടെ തെക്ക് കിഴക്കൻ ജില്ലയായ കബോദ്നയിലുള്ള മോസ്കോ ഓയിൽ റിഫൈനറിയെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രധാനമായും ആക്രമണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഈ ഇന്ധന നിലയത്തിന് നേരെ ആക്രമണ ശ്രമം നടന്നിരുന്നു. റിഫൈനറിയിൽ വൻ സ്ഫോടനത്തോടെ ഇന്ധന ടാങ്കിന്റെ മുകൾ ഭാഗം തകരുന്നതിന്റെയും കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെ റഷ്യയിലെ ഏറ്റവും വലിയ മാളായ സാധോവോയ് ട്രേഡ് സെന്ററിന് സമീപത്തു നിന്നും വലിയ രീതിയിൽ പുക ഉയർന്നത് അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തകർന്നു വീണ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. റഷ്യയുടെ ആകെ വരുമാനത്തിന്റെ 1/3 വരുന്നത് എണ്ണ വിൽപ്പനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ ശുദ്ധീകരണശാലകൾ തകർത്ത് അവരുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുക എന്ന തന്ത്രമാണ് യുക്രൈൻ കുറച്ചു കാലമായി പയറ്റുന്നത്. റഷ്യയെ ഒരു സമാധാന ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാൻ വേണ്ടിയാണ് യുക്രൈൻ ഇത്തരം സാമ്പത്തിക ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത്. നാറ്റോ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ബ്രസൽസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഈ ആക്രമണത്തെ പൂർണ്ണമായി ന്യായീകരിച്ചു. തങ്ങളുടെ നഗരങ്ങൾക്കും ജനങ്ങൾക്കും നേരെ റഷ്യ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള കൃത്യവും ന്യായവുമായ മറുപടിയാണിതെന്ന് സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ റഷ്യയും ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിരുന്നു. യുക്രൈന് നേർക്ക് റഷ്യ 7 മിസൈലുകളും 239 ഡ്രോണുകളും പ്രയോഗിച്ചു. ഈ തിരിച്ചടിയിൽ യുക്രൈനിലെ കൈവ്, പൊൾട്ടാവ മേഖലയിലെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി യുക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രസൽസിൽ നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ നിർണായക യോഗവും നടക്കുന്നു. യുക്രൈന് കൂടുതൽ ആയുധങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ വ്യക്തമാക്കി. നിലവിലെ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പ്രതിമാസം 30,000-നും 35,000-നും ഇടയിൽ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇതിനിടെ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന തങ്ങളുടെ സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് വകയായിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സൂചിപ്പിച്ചതുപോലെ നാറ്റോ സഖ്യകക്ഷികൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അമേരിക്ക പിന്മാറിയാൽ ഉണ്ടാകുന്ന കുറവ് നികത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ സജ്ജമാകണമെന്നും മാർക്ക് റൂട്ടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയോട് സമാധാന കരാറിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിമാരകമായ ഒരു ആക്രമണം യുക്രൈൻ നടത്തിയതുകൊണ്ട് തന്നെ ഒരു സമാധാന ചർച്ചയിലേക്കോ കരാറിലേക്കോ എത്താൻ പുടിൻ തയ്യാറായേക്കില്ല. കാരണം എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സൈനിക ആസ്ഥാനത്തേക്ക് എത്തിയത് തന്നെ യുക്രൈന് നേരെ എന്തോ ഒരു വലിയ പണി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം കൂടിയുള്ള മറുപടിയാണ് റഷ്യ കൊടുത്തിരിക്കുന്നത്. യുക്രൈനെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ടോ അതിന് റഷ്യയിൽ നിന്നുള്ള തിരിച്ചടി അതിമാരകമായിരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.